കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. പൂരം നക്ഷത്രം 27 നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് പൂരം നക്ഷത്രം. ചുണ്ടലിയാണ് മൃഗം, പ്ലാശാന വൃക്ഷം. മനുഷ്യഗണമാണ് പൂരം നക്ഷത്രത്തിൻ്റെ ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ ജന്മമായിട്ട് വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ഭരണി പൂരാട നക്ഷത്രങ്ങൾ അനുജന്മ നക്ഷത്രങ്ങളാണ്. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രം കൂടാണ് ഈ പൂരം നക്ഷത്രം. അപ്പോൾ ഈ പൂരം നക്ഷത്രത്തിൻ്റെ പൊതുവായിട്ടുള്ള സ്വഭാവം വെച്ചാൽ ഒരു ദാനശീലത്വമുള്ള സ്വഭാവമാണ്. എന്തും ദാനം ചെയ്യാൻ താല്പര്യത്തോടു കൂടി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ ദാനം കൊടുത്തെന്ന് പറഞ്ഞാലും ഫലം നമുക്ക് തിരിച്ച് മോശമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരം നക്ഷത്രം. അതുപോലെ ദുഷ്കർമ്മങ്ങളിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതൽ, ദുഷിച്ചതായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലുള്ള ഒരു നക്ഷത്രമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നുകിൽ സുഹൃത്ത് വഴി അല്ലെങ്കിൽ ബന്ധുക്കൾ വഴി മറ്റുള്ളവരൊരു ദുഷിച്ച പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിർബന്ധിച്ചു കഴിഞ്ഞാൽ എന്ത് നിർബന്ധ പ്രകാരവും ആരുടെയെങ്കിലും നിർബന്ധത്തിൽ വഴങ്ങി അവരവരുടെ പൂരം നക്ഷത്രത്തിൻ്റെ പേരും പ്രശസ്തിയും മറ്റു കാര്യങ്ങളും നഷ്ടപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അവരവൻ്റെതായിട്ടുള്ള ദുഷിച്ച ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്ന ഒരു നക്ഷത്രം കൂടെയാണ്. മദ്യാസക്തി കൂടുതലുള്ള പുരുഷമാണ് ആസക്തി കൂടുതലുള്ള നക്ഷത്രം കൂടാണ് പൂരം നക്ഷത്രം. അത് തന്നെയല്ല, ഇവരുടെ ജനിച്ചു കഴിഞ്ഞാൽ പ്രത്യേക അംഗഭാഗങ്ങളിൽ പ്രത്യേക മറുകളോ ചിഹ്നങ്ങളോ കൂടിയ ഒരാളായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്കാർ. ഒന്നീ പ്രത്യേക അംഗങ്ങളിൽ കാണപ്പെടുന്ന ഭാഗങ്ങളിൽ മറുകളോ അല്ലെങ്കിൽ അംഗവൈകല്യങ്ങളോ, ചെറിയ അംഗവൈകല്യം, ഒരു ചെറിയൊരു കോമ്പല് അല്ലെങ്കിൽ ചെറിയൊരു വട്ടവൃത്തത്തിലുള്ള ഒരു പാട്, ഇങ്ങനെയൊക്കെയുള്ള ശരീരത്തോട് കൂടിയായിട്ടുള്ള ഒരാളായിരിക്കും പൂരം നക്ഷത്രക്കാർക്ക്. അല്പം കർക്കശ കാരിയുമായിരിക്കും പൂരം നക്ഷത്രക്കാർ. മനുഷ്യഗണത്തിൽപ്പെട്ടതായതുകൊണ്ടും ചിങ്ങക്കൂറുകാരി ആയതുകൊണ്ടും ഇച്ചിരി ധാർഢ്യത കൂടുതലായിരിക്കും. ഏത് കാര്യങ്ങൾ ആധിപത്യം കൂടുതലുള്ളതായിരിക്കും. സ്ത്രീ ആണേ പോലും ആ സ്ത്രീക്ക് ഒരു ആധിപത്യ ചിന്താഗതി, എന്നുവെച്ചാൽ ഒരു ഭാര്യാഭർത്തൃബന്ധം നിലനിർത്തിപ്പോയാലും ഭർത്താവിനേക്കാളിലും ഭാര്യയ്ക്കൊരാധിപത്യം, എനിക്കൊരാധിപത്യം ഉണ്ട് എന്ന രീതിയിൽ, എന്നാൽ മനസ്സിലൊന്നും ഇല്ലാതാനും പക്ഷേ ആ ആധിപത്യ രീതിയിൽ സംസാരങ്ങളും വിഷയങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ആളും ഒരു പൊതുസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ആളാണ് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഉന്നതമായിട്ട് നിൽക്കേണ്ട ആളാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരിൽ മുൻതൂക്കം ലഭിക്കാനായിട്ടും മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ തിരിച്ചറിയപ്പെടാനുമായിട്ട് ശ്രമിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രത്തിൻ്റെ ദേവത ആര്യമാവ് എന്ന് പറയുന്നതാണ്. അങ്ങനൊരു ദേവതയുണ്ട്. കോടാനുകോടി ദേവതകളാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ദേവതകളെയൊക്കെ ഭജിച്ചു പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. രോഗദുരിതങ്ങൾ, ഇസ്നോഫീലിയ, അലർജി, ഇങ്ങനെയൊക്കെയുള്ള രോഗദുരിതങ്ങൾ ഇവരെ അലറ്റാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ മധ്യവയസ്കയായിട്ടോ അല്ലെങ്കിൽ യൗവനയുക്തയായിട്ടുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് പ്രേമസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, പ്രേമവിവാഹങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിവാഹങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് തകർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് പൂരം നക്ഷത്രം. മിക്കവാറും ഉള്ള ആൾക്കാരെ ശ്രദ്ധിച്ചാൽ, പൊതുവിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു 50% ആൾക്കാർ പ്രേമവിവാഹത്തിൽ ഉൾപ്പെട്ട് പോകുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രേമവിവാഹമൊക്കെ നടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ടിട്ട് ഗ്രഹനിലയൊക്കെ പരിശോധിച്ചിട്ട് അതിനുത്തമമായിട്ടൊരു മാർഗം തേടി നല്ല ബന്ധത്തിലേക്ക് മുന്നോട്ടുമൊക്കെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഗ്രഹനില പ്രകാരമുള്ള പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് കണ്ട് മുന്നോട്ട് പോയാലും പൂരം നക്ഷത്രക്കാർക്ക് അത്യന്തം ഉത്തമമായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ മന്ത്രജപങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഏറ്റവും കൂടുതൽ തൃപ്തി കണ്ടെത്തുന്ന ആൾക്കാർ കൂടാണ് ഈ പൂരം. അതുപോലെ യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എല്ലാ കൗശല വസ്തുക്കൾ കാണാനും അല്ലെങ്കിൽ ആഡംബര സംഭവമായിട്ടുള്ള വിഷയങ്ങൾ കാണാനും, ഒരു കല്യാണത്തിന് പോയാൽ തന്നെ അതിൻ്റെ മുൻപന്തി നിൽക്കണം, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരാളും
ഒരു രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മേഖലാ സംബന്ധമായിട്ടാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അത്യുന്നതിയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് പൂരം നക്ഷത്രം. മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ഇപ്പോൾ പൂരം നക്ഷത്രത്തിന് വ്യാഴത്തെ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള വിഷയമാണ്. രക്തസമ്മർദ്ദം കൂടുന്നതായിട്ടുള്ള അസുഖങ്ങളും രക്തധമനികൾക്ക് അല്ലെ പിന്നെ ഞരമ്പുകൾക്ക് രോഗങ്ങളും ഒക്കെ ഉള്ളതായിട്ടുള്ള അസുഖം വരാനുള്ള അർശസ് ഇങ്ങനെയുള്ള അസുഖം വരാനുള്ള രക്തം പോക്ക് ഇങ്ങനെയൊക്കെയുള്ള അസുഖം വരാനുള്ള സാധ്യതാവസ്ഥ കൂടുതലുള്ള നക്ഷത്രമാണ്. അതനുസരിച്ചുള്ള ആഹാര ക്രമീകരണം മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഔഷധ കൂട്ടുമരുന്ന് ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ രോഗദുരിതങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ സമാധാനം കണ്ടെത്താനെത്തുന്ന ഒരു നല്ല നക്ഷത്രം കൂടാണ് പൂരം നക്ഷത്രം. പൂരം നക്ഷത്രം ജനിച്ച എല്ലാ ആൾക്കാരും ഈ ഒരു കാലഘട്ടത്തിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതിലും അതുപോലെ നാമം ജപിക്കുന്നതിലും, ക്രിസ്ത്യൻസ് ആണെങ്കിൽ വേദപുസ്തകം ആവർത്തി വായിക്കുന്നതും, മുസ്ലിംസ് ആണെങ്കിൽ ഖുറാന് ആവർത്തി വായിക്കുന്നതും, ഖുറാനിലെ ഓത്തുകൾ നന്നായിട്ട് ചൊല്ലുന്നതും, ആയത്തി കുർസിയും യാസിനും ഇതൊക്കെ ഓതുന്നതും, അത് ആവർത്തി ഒരു പ്രാവശ്യമല്ലാതെ ആവർത്തി ജപിക്കുന്നത് ഈ പ്രായമുള്ള പൂരം നക്ഷത്രത്തിൽപ്പെട്ട പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഉത്തമമായിട്ടുള്ള ആണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഗൃഹസംബന്ധമായിട്ടോ അല്ലെങ്കിൽ വീട് സംബന്ധമായിട്ടോ ഒരു കുടുംബ ഛിദ്രമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലുള്ള ശത്രുതാവസ്ഥ കൂടാനുള്ള സാധ്യത നക്ഷത്രമാണ്. ആ ശത്രുത അങ്ങനെയൊക്കെ വരുന്നതായിട്ടുള്ള ശത്രുതയിൽ ഏതെങ്കിലും ഉത്തമനായ ജ്യോത്സ്യനെ കണ്ട് കവടി വെച്ച് നോക്കി ആ കവടിയിൽ കാണുന്നതായിട്ടുള്ള വിഷയം എന്താണ്, കുടുംബ സംബന്ധമായിട്ടാണോ അല്ലയോ എന്ന് നോക്കി അതിന് തത്തുല്യ പരിഹാരം കണ്ടു കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാളിലുള്ള മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല വിജയവും നല്ല കുടുംബജീവിതവും കുടുംബ ഭദ്രതയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.